അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടല്ലോ. സാർ അവിടെ ഇരിക്കുക, സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഇരയല്ല. മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. ജനസംഘവും CPIM-ഉം ഒന്നിച്ച് ചേർന്നാണ് പോയത്. ജനതാ പാർട്ടിയായി ചേർന്ന് ജനതാ പാർട്ടിയിൽ ജനസംഘവും RSS ജനസംഘത്തിന്റെ അടുത്ത ജനസംഘമായിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന വിഷയം മാറ്റിവിടണ്ട. ഞാൻ ഗവർണർ പറഞ്ഞതാണ് പറഞ്ഞത്. ശരി, ജനതാ പാർട്ടിയിലുള്ള O രാജഗോപാൽ, ജനസംഘത്തിലുണ്ടായിരുന്ന O രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് വന്ന് മത്സരിച്ചത്. O രാജഗോപാൽ അല്ലാതെ അതെ O രാജഗോപാലിന്റെ DNA ഒന്നും മാറ്റാൻ വരണ്ട. O രാജഗോപാൽ അന്നും RSS-കാരനാണ്, ജനസംഘക്കാരനാണ്. അത് കഴിഞ്ഞ് ജനതാ പാർട്ടിയിലേക്ക് വന്ന് ചേർന്നതും അതേ O രാജഗോപാൽ തന്നെയാണ്. ഇപ്പോഴും അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP വന്നല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പണ്ട് CPI-ഉം എല്ലാം ഒന്നായിരുന്നല്ലോ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ എന്താ നിങ്ങളൊന്നും ഇല്ലേ? അതുപോലെ തന്നെയാണ് ശേഷം ഡോക്ടർ അരുൺ ചരിത്രപരമായ മണ്ഡലം ഡോക്ടർ അരുൺ വിത്ത് ഓൾ റെസ്പെക്ട് സ്റ്റോപ്പ് ഇറ്റ്. താങ്കൾക്ക് നോൺസെൻസ് പറയാം. അല്ലല്ല, ചരിത്ര വിരുദ്ധതയും മണ്ടത്തരമൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ചോ. അല്ലല്ല, നിർത്തുന്ന പരിപാടിയില്ല. ജനതാ പാർട്ടി വരുമ്പോ ജനസംഘമുണ്ടോ? എന്റെ അവസരമാണ്. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളമാണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ. പരിപാടി റദ്ദാക്കിയതായിട്ട് അറിയിച്ചു, പരിപാടി റദ്ദായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SFI-കാരെയൊക്കെ നല്ല വൃത്തിയായിട്ട് രജിസ്ട്രാറാണ് പറ്റിച്ചത്. അത് കൃത്യമായിട്ട് ഇന്ന് കേരളം കാണുകയും ചെയ്തു. RSS-കാരനായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ എങ്ങനെയാണോ തീരുമാനിച്ചത് അതേ രീതിയിൽ തന്നെ നടന്നു. അതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടിയിരുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കേരളത്തിൽ വന്നപ്പോൾ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെ പറഞ്ഞതാണ്, ഞാനൊരു ഏറ്റുമുട്ടലിനുമില്ല. പക്ഷേ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. കാരണം ഒരു സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത്. അതാരാണ്? പിണറായി വിജയന്റെ SFI കുഞ്ഞുങ്ങൾ, ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ. അവരാണ് അവിടെ വന്ന് പ്രകോപനം ഉണ്ടാക്കിയത്. അല്ലാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് സൗകര്യമില്ല. അല്ല, എന്നെ മണ്ടത്തരം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് ജനസംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് തന്നെ പോട്ടെ. അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. താങ്കൾ ഇരുന്നോട്ട് പറ. ഞാൻ അക്കാഡമിക് ആയിട്ടാണ് താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കേണ്ടതേ. താങ്കൾ ഇവിടെ ഇരുന്ന് പറയണം. എല്ലാവരും വ്യക്തിപരമായ RSS-നെ നരേന്ദ്രമോദിയൊക്കെ അവഹേളിച്ചിരിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ഗവർണറെ പറയും, RSS-നെ പറയും. അതൊന്നും വ്യക്തിപരമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപം ചർച്ചയിൽ സാധ്യതയല്ല. എങ്ങനെ SFI കുഞ്ഞുങ്ങളാവുന്നത്? SFI സംഘടനയാണ്. ആ സംഘടന നടത്തിയ പോരാട്ടത്തിന് 7 അയലത്ത് വരില്ല കേരളത്തിൽ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ? ഒരു തെളിവ് പറ. 2 തെളിവ് മതി. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഡോക്ടർ അരുൺ താങ്കൾ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോന്നേ. താങ്കൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നേ. താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത്? താങ്കൾ പറഞ്ഞു തീർക്കും. അല്ല, വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും. പറയാനൊന്നുമില്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് വായിട്ടളിക്കാൻ താല്പര്യമില്ല. എനിക്ക് ചരിത്രമല്ല, വർത്തമാനം
വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം. അപ്പോഴേക്കും വിഷയം ഗതിമാറ്റി വിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലല്ല, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വന്നു. ഞാൻ എന്റെ ഭാഗമാണ് സംസാരിച്ചത്. എനിക്ക് സൗകര്യം ഒറ്റ കാര്യമില്ല, സൗകര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച തോക്കുമ്പോ ഇങ്ങനെ പണങ്ങി ചർച്ചയെ തോക്കുന്നു. എന്റെ രണ്ട് ചോദ്യം. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, ഭരണഘടനയെ അപമാനിക്കുന്നു. തുടർച്ചയായി താങ്കൾ അതെല്ലാം കേട്ടിരിക്കണം. ഇല്ല താങ്കളോട് ഞാൻ പറയുന്നത് പൂർത്തിയാക്കണം. അടിയന്തരാവസ്ഥയുടെ കാലം താങ്കൾക്കാണല്ലോ. അല്ല താങ്കൾ ഇടപെടുന്നത് എന്തിനാണ്? താങ്കൾക്ക് അല്ലല്ല, താങ്കൾ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഇതൊരു ചർച്ചയല്ലേ, ഇത് കണ്ടോണ്ടിരിക്കണം. അല്ല, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കട്ടെ. ജനസംഘവും ഒന്ന് തന്നെയാണോ? ജനസംഘവും അല്ല, ഞാൻ പറഞ്ഞല്ലോ ഗവർണറുടെ വാക്കുകൾ. ഞാൻ ഐ വാസ് കോട്ടിംഗ് ഗവർണർ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ അതിന് വിശദീകരണം തന്നു. ജനസംഘത്തിലുണ്ടായിരുന്ന ഒ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഒരു മുന്നണിയായി, അതായത് ഐക്യമുന്നണിയായി മത്സരിക്കുമ്പോൾ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ ഒ രാജഗോപാൽ. ആരാണ് അന്ന് ജനസംഘമുണ്ടോ? ജനസംഘത്തെ പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇതിലേക്ക് വന്നതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. വേണ്ട, എനിക്ക് സൗകര്യമില്ല തുടരാൻ. അത് പറഞ്ഞ കാര്യമുണ്ടോ? നിങ്ങൾ ചരിത്രപരമായ വസ്തുത മനസ്സിലാക്കി നിങ്ങൾക്ക് ചർച്ച തുടരാം. സ്വയം തെറ്റ് മനസ്സിലാക്കുന്നതല്ല, ഡോക്ടർ അരുൺ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി മനഃപൂർവ്വമുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പറച്ചിലുമായിരുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്? മനസ്സിലായിപ്പോ താങ്കൾക്ക് തുടരാം. എനിക്ക് സൗകര്യമില്ല. ശരി, എനിക്ക് എന്റെ ചോദ്യമുണ്ട്. സുജയ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഈ ഭാരതാംബയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം? അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണ്. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ? എന്നെ സ്വിച്ച് ചെയ്യണമെന്നില്ല, ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. ഉത്തരവില്ലെന്ന് പറയൂ. ആ ഉത്തരവില്ലായ്മയാണ് ഡോക്ടർ അരുൺ വിചാരിക്കുന്ന രീതിയിൽ ഈ ചർച്ച പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തു വന്നിരിക്കുന്നു. ആ തീരുമാനത്തിന് ഞാൻ തയ്യാറല്ല. ഡോക്ടർ പിണറായിയെ പുകഴ്ത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്, പരിപാടിയെ കുറിച്ചാണ്. അതിൽ നിന്ന് ഗതിമാറ്റി വിടാൻ SFI കുറിച്ച് പറഞ്ഞ ഉടനെ എന്റെ നേരെ കുതിര കയറാൻ വരുന്നു. അതിലെല്ലാവരും നിൽക്കുന്നു. താങ്കൾ ഉപയോഗിച്ച പദപ്രകാരം ഞാൻ പറയുന്നത് ഇവിടെ അതല്ല പ്രശ്നം. എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം, മറുപടി ഇല്ലെങ്കിൽ വിട്ടോളൂ. 5 മിനിറ്റ് സമയമുണ്ട്, പറഞ്ഞു. 5 മിനിറ്റ് സമയമുണ്ട്, പറഞ്ഞു. നിഷ്പൽസരമല്ല, പക്ഷെ ചോദ്യം ഉണ്ടാവും. ചോദ്യം ഇല്ലാതെ പറഞ്ഞിട്ട് പോകാൻ ഇത് റേഡിയോ ഒന്നുമല്ലല്ലോ. താങ്കളാണ് റേഡിയോ ആകാനായിട്ട് ശ്രമിക്കുന്നത്. 5 മിനിറ്റ് സമയം പൂർണ്ണമായി സുജയിക്കുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ താങ്കൾ വെച്ചിരിക്കുന്ന ഭാരതാംബയെ കുറിച്ച് താങ്കൾ പറയൂ. ശരിയാണ്, പക്ഷെ എന്താണ് ഇത് പ്രേക്ഷകർ പരിപാടിയാണ്. ഈ പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയിൽ സുജയ പറയുന്ന അഭിപ്രായത്തിന്റെ അകത്ത് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പരിപാടി അങ്ങനെയാണ് പോകുന്നത്. സുജയ്ക്ക് അപ്പം സാധാരണ നമ്മളോട് പ്രേക്ഷകർ പറയുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് ചർച്ച ചെയ്യല്ലേ എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത്. അതിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാർ എതിരഭിപ്രായം അതേ വാചകമാണ് ഒരു കാര്യം ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു വാചകം പറയുമ്പോഴേക്കും എനിക്ക് ചരിത്രം അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ത് ശരിയാണ്? ഗവർണർ ഞാൻ ഗവർണർ എന്ന് കോട്ട് ചെയ്ത് പറയുന്ന കാര്യം അല്ല, ഗവർണർ ഗവർണർ പറയുന്നത് ചരിത്ര വിരുദ്ധതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട്. അതിനകത്ത് മറുപടി പറഞ്ഞു പോകാന്നുള്ളതാണ്. അപ്പൊ ആ മറുപടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടായാലും അല്ലല്ല, ഡോക്ടർ അരുൺ ഇവിടുത്തെ ഏറ്റവും വലിയ അറിവുള്ള എല്ലാം അറിയുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും പറയല്ലേ. എന്താണ് സുജിയ അങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായി അറിവോ അറിവില്ലായ്മയോ ഒന്നും പരിശോധിക്കുന്ന വേദിയല്ല ഇത്. ഇത് പ്രേക്ഷകർക്ക് ഒരു വിഷയത്തിൽ വ്യത്യസ്ത
കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിനുള്ളൊരു വേദി മാത്രമാണ്. അവിടെ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. സുജയ പറയുന്നത് ഒരു റൈറ്റിസ്റ്റ് പെർസ്പെക്റ്റീവാണ്, ഒരു വലതുപക്ഷ കാഴ്ചപ്പാടാണ്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ലെഫ്റ്റ് ഓഫ് സെൻറ്റർ ആയിരിക്കും, ഇടതുപക്ഷ കാഴ്ചപ്പാടായിരിക്കും. ജിമ്മിയോ സ്മിതിയോ ചിലപ്പോൾ മറ്റ് കാഴ്ചപ്പാടുകളായിരിക്കും പറയുക. ഒരു പക്ഷേ അവരും ഇടതുപക്ഷമായിരിക്കും, വ്യത്യസ്ത തരത്തിലായിരിക്കും ഇതിനെ കാണുന്നത്. ഈ കാഴ്ചകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയാണ്. പക്ഷേ അതിൽ ചരിത്ര വസ്തുതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം. ദാറ്റ്സ് എ ഫാക്ട്. നമ്പർ 1. നമ്പർ 2, എൻ്റെ ചോദ്യത്തിന് ഇനിയും സുജയ മറുപടി നൽകിയില്ല. സുജയിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് സുജയ പറയുന്ന സമയം ഞാൻ സുജയ്ക്ക് നമ്മൾ ഈ ചർച്ചയിൽ നൽകുകയാണ്. സുജയ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. അതിൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടണം. പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ചർച്ചയിൽ ഞാൻ എന്താണ് സുജയ? പരസ്പര ബഹുമാനത്തോടു കൂടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത്? ഒരു 5 മിനിറ്റ് സമയമുണ്ട്. സുജയ്ക്ക് ഇതിന് മറുപടി പറയാൻ പറ്റുമോ? ഈ ചിത്രം വരച്ചതാര്? അവിടെ വെച്ച ഭാരതാംബ വരച്ചതാര്? ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ താങ്കൾ പറഞ്ഞ രീതിയിലേക്ക് എന്റെ ചർച്ച അല്ലെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായം കൊണ്ടുപോകണമെന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ്. അതിന് വഴങ്ങി കൊടുക്കാൻ എന്നെ കിട്ടില്ല. താങ്കൾ പൂർത്തിയാക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 10 മണി വരെ ഒന്നുമല്ല. അത് താങ്കളുടെ ആ ഒരു കുബുദ്ധിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഇന്നത്തെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു വന്നത്. ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഡോക്ടർ അരുൺകുമാറിന്റെ പണ്ഡിത ബുദ്ധിയിൽ അങ്ങോട്ട് ഇറക്കി. അത് ഞാൻ എതിർത്തപ്പോഴേക്കും ഇതിനെയാണ് നമ്മൾ അഡ്ഹോമിനം എന്ന് പറയുന്നത്. നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുജയ, നിങ്ങൾ ഒരു തരത്തിലും ഞാൻ വ്യക്തിഹത്യ നടത്തിയില്ല. വസ്തുതകളോട് നമ്മൾ തർക്കിക്കുകയാണ് ചെയ്യുക. അത് ആശയങ്ങളോടാണ്, വ്യക്തികളോടല്ല. നിങ്ങൾക്ക് തുടരാം. ഞാൻ പറഞ്ഞല്ലോ നിർത്തിയെന്ന്. ശരി, എന്നാൽ പക്ഷേ താങ്കൾ പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. താങ്കളുടെ കൂട്ടുകാർ അതൊന്ന് കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരാണ് സുജയ. 1977 അടിയന്തരാവസ്ഥയും ഇന്ന് വെച്ച ഭാരതാംബയും തമ്മിലുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായുള്ള ബന്ധം വിശദീകരിക്കാം. നമ്പർ 2, ഈ ചിത്രം വരച്ചത് ആരാണെന്ന് പറയാമോ? അബനീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? കിരൺ ചന്ദ്ര ബാനർജി ആണെന്ന് അഭിപ്രായമുണ്ടോ? സുബ്രഹ്മണ്യ ഭാരതി ആണെന്ന് അഭിപ്രായമുണ്ടോ? ഇത് വരച്ച ഒരാളുടെ പേര് പറയൂ. ഇത് അംഗീകരിച്ചൊരു ബോഡിയുടെ പേര് പറയൂ. ഇത് അംഗീകരിച്ചപ്പോഴെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ബോഡിയിൽ സംസാരിച്ചതിനെ കുറിച്ച് പറയൂ.